മിഗായൽ സ്റ്റാറെ ഔട്ട് എന്നൊരു വാക്യമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ എക്സാൻഡിലും എല്ലായിടത്തും ഇങ്ങനെ പറഞ്ഞ് കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത് തന്നെയാണ് ഫാൻസ് ചെയ്യേണ്ടത്. ഇത് മിഗായൽ സ്റ്റാറെ ഔട്ട് എന്ന വാക്യം തന്നെയാണ് പറയേണ്ടത്. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ഔട്ട് എന്നുകൂടി പറയണം നിങ്ങൾ. സത്യം പറഞ്ഞാൽ മിഗായൽ സ്റ്റാറയുടെ ഇന്നത്തെ ഒരു കോച്ചിങ്ങിൻ്റെ രീതിയും ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര മോശമെന്ന് വെച്ചാൽ ഭയങ്കര മോശമായിരുന്നു. കാരണം ഇതുവരെ ഞാൻ ഇതുപോലത്തെ ഒരു ബ്ലാസ്റ്റേഴ്സിനെ കണ്ടിട്ടില്ല. ലാസ്റ്റെങ്ങാനും ഡേവിഡ് ജെയിംസിൻ്റെ കാലത്തെങ്ങാനാണ് ബ്ലാസ്റ്റേഴ്സ് ഇതുപോലെ ഒട്ടും ഒരു ബോളിന് അഡ്വാൻറ്റേജ് ഇല്ലാതെ ഒട്ടും പൊസിഷൻ കളിക്കാതെ ഒരു വല്ലാത്ത കളി കളിച്ചിരിക്കുന്നത്. എന്തായാലും ഭയങ്കര മോശം എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശം. സോ ഒരു ബിഗ് ടീമിനെതിരെ എപ്പോഴും നമ്മൾ പണി പാടുന്നതായിട്ടുണ്ട്. പഞ്ചാബിനെതിരെ ആണെങ്കിലും ഇപ്പോൾ ബംഗളൂരുവിനെതിരെയാണെങ്കിലും നമ്മുടെ പണി 8 നിലയിൽ പാളിയിട്ടുണ്ട്. ശിവശക്തി അദ്ദേഹത്തിൻ്റെ ഫിനിഷിങ്, അദ്ദേഹം ഫോം ഔട്ട് എല്ലാം ആയതുകൊണ്ടാണ് നമ്മുടെ ആ ഒരു ഗോൾ ലൈൻ ഇത്രയും കുറഞ്ഞത്. അല്ലെങ്കിൽ ഇതിലും കൂടുതൽ രീതിയിൽ നമ്മൾ പൊട്ടിയേനെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ വളരെ മോശം പെർഫോമൻസാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. സോ പ്രതിഷേധം സ്റ്റിൽ തുടരണം. ഒരു സ്ട്രൈക്കർ വന്നു കഴിഞ്ഞാൽ നിർത്തരുത്. സ്ട്രൈക്കറൊന്നും വന്നിട്ടൊരു കാര്യമില്ല ഈ കളിക്ക് ലോകത്തിലെ ഏത് സ്ട്രൈക്കറിനെ കൊണ്ടുവന്നിട്ട് ഒരു കാര്യമില്ലെന്ന് തന്നെ പറയണം. അതായത് വളരെ മോശം. 30% എങ്ങാണ്ടേ ഉള്ളൂ ബോൾ പൊസിഷൻ. ഒരു ബോൾ പൊസിഷനും ഈ ഒരു തരത്തിലെ കളി വെച്ചുകൊണ്ട് നമുക്ക് ISL വിജയിക്കാനോ ISL ഷീൽഡിന് വേണ്ടിയാണ് നമ്മൾ മത്സരിക്കുന്നത്. പ്ലേ ഓഫിലൊന്നും കയറിയിട്ട് ഒരു കാര്യമില്ല. AFC സ്പോട്ടോ ഒന്നും തന്നെ ഇല്ല. പിന്നെ എന്തെങ്കിലും ഉള്ളത് സൂപ്പർ കപ്പിനാണ്. ഷീൽഡിന് മത്സരിക്കുന്ന ഒരു ടീം കളിക്കുന്ന കളിയാണോ ഇത്? എന്തൊരു ബോർ കളിയാണ്. വളരെ മോശം എന്ന് വെച്ചാൽ വളരെ മോശം. സോ എല്ലാവരും പ്രതിഷേധിക്കണം. മിഗായൽ സ്റ്റാറെ ഔട്ടാക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് ഔട്ടാക്കണം. കാരണം വളരെ മോശം പെർഫോമൻസാണ് മിഗായൽ സ്റ്റാറയുടെ കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചിരിക്കുന്നത്. സോ അദ്ദേഹം പഞ്ചാബ് എഫ്സിക്കെതിരെ ഇതുപോലായിരുന്നു. അദ്ദേഹം ഒരു സാക്ക്ഡ് കോച്ചാണ്. നിങ്ങൾ ഓർക്കണം, സാക്ക്ഡായിട്ട് വന്നൊരു കോച്ചാണ്. പിന്നെ പലയിടത്തും നേരത്തെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു. വലിയ മികച്ച പെർഫോമൻസ് ഒന്നും അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒരു ടീമും കാഴ്ചവെച്ചിട്ടുള്ളൂ. സോ എന്തായാലും എത്രയും പെട്ടെന്ന് ഔട്ടാക്കുന്നതാണ് നല്ലത്.